ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് ട്യൂട്ടോറിയൽ. ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് VFX ആണ്. അതായത് ഒരു ഇമേജിലോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫുട്ടേജിലോട്ടോ നമുക്ക് എങ്ങനെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് 3D മോഡൽസ് ആഡ് ചെയ്യാം, അതിനെങ്ങനെ പ്ലേസ് ചെയ്യാം, കളേഴ്സ് എങ്ങനെ മാച്ച് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഇത് ബേസിക് ലെവലാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സിസ്റ്റം ഞാനിപ്പം കാണിച്ചു തരാൻ പോകുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സീനിലോട്ട് എന്ത് സാധനം വേണമെങ്കിലും ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒച്ചിനെ മാറ്റി എൻജിൻ വെച്ചു, അതായത് ടർബോ വെച്ചു. സോ അത് സിങ്ക് ആവുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്കൊരു 3D കാർ മോഡലാണ് വെക്കേണ്ടത്. കാർ മോഡലും നല്ല ക്ലീൻ ആയിട്ട് സിങ്കായി പോകുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാർ മോഡൽ അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. അതെല്ലാം സീംലെസ് ആയിട്ട് ഒരുപാട് പണിയെടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ സീനിലോട്ട് സിങ്കായി പോകുന്നുണ്ട്. സോ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ ബ്ലെൻഡറിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പെക്സൽസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെയിടാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള പോയി തിരഞ്ഞെടുത്താൽ മതി. സോ ബിഫോർ ബ്ലെൻഡറിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ പണിയുണ്ട്. അതായത് നമുക്കിതിൻ്റെ ക്യാമറ ആംഗിൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ആദ്യം ഞാൻ പ്രശ്നം കാണിച്ചു തരാം. ഞാനൊരു ന്യൂ സീൻ എടുക്കുന്നു, ജനറൽ സേവ്. ന്യൂ സീൻ എടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ എല്ലാം ക്യാമറ ഒഴികെ എല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഇനി ഞാൻ ക്യാമറയിലേക്ക് ക്ലിക്ക് ചെയ്തു. ഇതിന് ശേഷം ഞാൻ ക്യാമറ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ക്യാമറയുടെ ഈ ഓപ്ഷൻ വരും, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഇത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇമേജ് ആഡ് ചെയ്യുക. ആ ആഡ് ഇമേജ് നിൽക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് പോയിട്ട് നമ്മുടെ ഇമേജ് നമ്മൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് അത് പോയി കണ്ടുപിടിക്കുക. ഇവിടെ ഉണ്ട്, ഓപ്പൺ. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ക്യാമറയായിട്ടോ, അതായത് ഈ ക്യാമറ ഒന്നും സെറ്റല്ല. അതായത് ഇപ്പം ഇതിൻ്റെ സെൻറ്റർ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ആക്ച്വലി നമുക്കിത് ഫ്ലോർ ആയിട്ടാണ് വരേണ്ടത്. സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാടുള്ള ഒരു പണിയായിട്ട് ഇങ്ങനെ ചെയ്യാം. കറക്റ്റ് പോവുക, അഡ്ജസ്റ്റ് ചെയ്യുക, ഫുൾ ഐബോൾ ചെയ്തിട്ട് എവിടെ പോയിന്റ് വരും, എവിടെ എക്സ് ആക്സിസ് വരും എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാം. പക്ഷേ ഇതിനെക്കാട്ടും ഈസി ആയിട്ടുള്ള വഴിയുണ്ട്. സോ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. സോ ഒരു FSpy എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ക്രോമിൽ കിട്ടും. അത് മാക്കിലും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഈ വിൻഡോസിലും വർക്ക് ചെയ്യും. സോ FSpy നോക്കുക, എന്നിട്ട് അത് സെലക്ട് ചെയ്യുക, അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഈ FSpyയുടെ ഒരുപാട് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് കിട്ടാൻ ഉണ്ട്. നിങ്ങൾക്ക് അത് നോക്കി ചെയ്താൽ മതി. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ അതൊന്നും ഇവിടെ പറയുന്നില്ല. സോ ഈ FSpy ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ FSpy ഡാറ്റ നമുക്ക് നമ്മുടെ ബ്ലെൻഡറിലോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ആഡ് ഓൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ പേജിൽ തന്നെ താഴെ ഇവിടെ കിട്ടും. സോ നിങ്ങൾ സാധാരണ ആഡ് ഓൺസ് എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സോ ഡൗൺലോഡ് ചെയ്യാനുള്ള പരിപാടി കാണിച്ചു തരാം. സോ ഇത് GitHubലാണ് ഉണ്ടാവുക. സോ ഇതൊക്കെ കണ്ടു പേടിക്കൊന്നും വേണ്ട. ഇവിടെ പോവുക, ഡൗൺലോഡ് സിപ്പ് ഫയൽ, അത്രേ ഉള്ളൂ. സോ നമ്മൾ വൺസ് FSpy ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരിക. അതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിടുക. സോ വൺസ് നമ്മളത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഇതുപോലെ കാണാം. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ ഗ്രീൻ എന്ന് പറയുന്നത് Y ആക്സിസ് ആണ്, റെഡ് X ആക്സിസ് ആണ്. സോ അതിനനുസരിച്ച് നിങ്ങൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ലൈൻസ് കാണാം. ഇതുപോലെ ലൈൻസ് കാണാം, ഇതുപോലെ ലൈൻസ് കാണാം. ഇതൊക്കെ ഓരോ ലൈൻസ് ആണ്. സോ അതുമായിട്ട് അലൈൻ ചെയ്ത് നോക്കുക. സോ നമുക്ക് ഇവിടെ ഒരു സാധനം കാണാം. ഇതാണ് നമ്മുടെ ഒറിജിൻ. എവിടെയാണോ നമുക്ക് ഒറിജിൻ വേണ്ടത് അവിടെയാണ് ഈ സാധനം കൊണ്ടുപോകേണ്ടത്. സോ ഇപ്പം അത് തലവത്തിനാണ്, അതായത് Z ഡയറക്ഷൻ നേരെ ഡൗൺലോഡ് ആകാൻ പോകുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ആക്സിസ് നെഗറ്റീവ് ആക്കി കൊടുക്കുക. അപ്പം നമ്മുടെ Z ആക്സിസ് പോസിറ്റീവിലോട്ട് വരും. ഇതിന് ശേഷം ഇങ്ങനെ തന്നെ എക്സ്പോർട്ട് ചെയ്യരുത്. അതിന് മുന്നേ ഇവിടെ പോയിട്ട് XY ഗ്രിഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രിഡ് കിട്ടും. അപ്പോൾ ഈ ഗ്രിഡ് നമ്മുടെ ഈ ഒരു ഫ്ലോറുമായിട്ട് അലൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക, എന്നിട്ട് അത് ഫ്ലോറുമായിട്ട് അലൈൻഡ് ആണോ എന്ന് നോക്കുക. ഇൻ കേസ് അത് അലൈൻഡ് അല്ല, അത്
ഇങ്ങനെ വല്ലതുകൊണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ അലൈൻ ചെയ്തത് തെറ്റാണെന്നാണ് അർത്ഥം. സോ ഇത് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഇത് എക്സ് ആക്സിസ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന, ഇത് വൈ ആക്സിസ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈൻ. ഇത് എക്സ് ആക്സിസ് ആണ്, അതായത് വെർട്ടിക്കലായിട്ട് പോകുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നുമില്ല. സോ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഫ്ലോർ അലൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ പിടിച്ച് ഏകദേശം ഫ്ലോറിൻ്റെ അലൈൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൊണ്ടുവയ്ക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫയലിൽ പോവുക, സേവ് ആസ് അടിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടിടിക്കുക. സോ ട്യൂട്ടോറിയൽ SPy നമ്മൾ എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുമ്പോൾ ഫയൽ സേവ് ആവും. അതിനുശേഷം നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ബ്ലെൻഡറിലോട്ട് തിരിച്ചു പോവാം. സോ ബ്ലെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ സീൻ്റെ അകത്തുള്ള എല്ലാം ഡിലീറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്തു, എക്സ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫയൽ ഇമ്പോർട്ട്. സോ നിങ്ങൾ ഈ SPy ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫയൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഡൗൺലോഡ് പേഴ്സണൽ വർക്ക്സ് SPySAR ട്യൂട്ടോറിയൽസ്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ അവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ റേഷ്യോ, നമ്മുടെ ഇമേജിൻ്റെ റേഷ്യോ ആയിരിക്കും. നമ്മുടെ ഫ്ലോർ കറക്റ്റായിട്ട് വരും. എക്സ് ആക്സിസും വൈ ആക്സിസും എല്ലാം കറക്റ്റ് വരും. Z ആക്സിസ് കറക്റ്റ് വന്നു. സോ നമ്മുടെ ഏകദേശം ഒരു 90% വർക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി ബാക്കി ഒരു 20% കഴിഞ്ഞാൽ നമുക്ക് VFXൻ്റെ എന്ത് സാമാനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. സോ വൺസ് നിങ്ങൾ ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്യാം. ക്യാമറ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം ക്യാമറയുടെ, അത് ക്ലിക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. ഇതിനകത്ത് ഒപ്പാസിറ്റി എന്നൊരു സാധനം ഉണ്ടാവും, ഒന്നുമില്ല, ബ്രൈറ്റ്നസ്. ഓക്കെ, സോ ബ്രൈറ്റ്നസ് ഞാൻ തൽക്കാലത്തേക്ക് ഫുൾ ആക്കിയിടുന്നുണ്ട്. ഡൺ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എൻവയൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഷാഡോ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്ലോർ വേണം. അതിനു വേണ്ടി ഞാൻ Shift A ഒരു പ്ലെയിൻ ആഡ് ചെയ്യുന്നു. അത് ഞാൻ സ്കെയിൽ ചെയ്ത് ഞാൻ ഈ ഒരു ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുന്നുണ്ട്. സോ ഈസി ടു മൂവ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ടാബ് ക്ലിക്ക് ചെയ്യാം. ഈ 2 വെർട്ടിസസ് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നു. GY. ഓക്കെ, അങ്ങോട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ 2 വെർട്ടിസസ് ക്ലിക്ക് ചെയ്യുന്നു. GY. നൈസ്. സോ ഇത്രയും ക്ലിയർ ആയി, നമ്മുടെ റോഡ് റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു കട്ടിങ് ഉണ്ട്. അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 വെർട്ടിസസ് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് Z, അപ്പോൾ അത് മേലോട്ട് പോകും. എന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് X ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് X ഡയറക്ഷനിലോട്ട് ഇതിനെ വലിച്ചിടാൻ പറ്റും. സോ അത്രയും ആക്കി നമ്മൾ X ഡയറക്ഷനിലോട്ട് ഇരുന്നു. ഞാൻ ഈ സൈഡിൽ ഒരുപാട് ഡീറ്റെയിൽസിങ് കൊടുക്കുന്നില്ല, കാരണം ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാൻ ഇവിടെ വെക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സണ്ണിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ സണ്ണ് ആക്ച്വലി മുകളിൽ നിന്ന് ഇങ്ങോട്ടാണ് അടിക്കുന്നത്. സോ ഇത്തിരി ബോധമുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഷാഡോ ഇപ്പുറത്തേ വരത്തുള്ളൂ. ഇപ്പം ഞാനിവിടെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഷാഡോ ഈ ഭാഗത്തെ കാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് ബേസിക് കോൺസെപ്റ്റ്. ഇതൊക്കെ അറിയില്ലേ? അതൊക്കെ അറിയാൻ എനിക്കറിയാം, പിന്നെ ചോദിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അതത്ര റെഡിയായി. നമ്മൾ ഈ റെഡിയാക്കി, നമ്മൾ ഫ്ലോർ റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കൊടുക്കാം. സോ നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും സാധനം വെക്കാന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ആ ഷാഡോ ഇതിൻ്റെ മുകളിലോട്ടും കാസ്റ്റ് ചെയ്യും. സോ അത് വൃത്തിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം എടുക്കുന്നു, കേഴ്സർ കൊണ്ടുപോയി ഞാൻ ഏകദേശം ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് മോഡിലോട്ട് തിരിച്ചു പോകണേ. Shift A ഒരു ക്യൂബ് ആഡ് ചെയ്യുന്നു. അതിനെ സ്കെയിൽ ഡൗൺ ചെയ്ത് ഏകദേശം ഇതിൻ്റെ ഫ്ലോറിൽ വെക്കുന്നു. ഇത് ഒരുപാട് ആക്യുറേറ്റ് ആവേണ്ട ആവശ്യമില്ല, നമുക്കിതിൻ്റെ ഓൾമോസ്റ്റ് ബേസിക് ഷേപ്പ് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ടാബ് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലുള്ള അതിനുശേഷം ഈ ഒരു സെലക്ട് ബോക്സ് ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അതിനുശേഷം ഈ മുകളിലുള്ള ഒരു 4 സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, നേരെ മേലോട്ട് കൊണ്ട് വെക്കുക. ഓക്കെ, അതിനുശേഷം എനിക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് മൂവ് ചെയ്തിരിക്കാം. ഒന്ന് ആംഗിൾ ഇങ്ങോട്ട് റെഡിയാക്കാം.
ഓക്കെ സെറ്റ്. ഇനി നമുക്ക് Ctrl+R അടിച്ചിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ലൂപ്പ് കട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ക്ലിക്ക് ചെയ്യാം, അപ്പോൾ നമ്മൾ സെൻറ്ററിൽ തന്നെ വരും. അതിനുശേഷം വേറെ ഒന്നും സെലക്ട് ചെയ്ത് എസ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് അടിക്കാം, അതായത് സ്കെയിൽ ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ബേസിക് ഷേപ്പ് കിട്ടും. അത്ര മതി, ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട. അതിനുശേഷം ഞാൻ മുകളിലുള്ള ഈ 4 സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഇൻ കേസ് നിങ്ങളൊരു സംഭവം പറഞ്ഞുതരാം. ഇൻ കേസ് നിങ്ങൾ വേറെ എന്തെങ്കിലും മോഡൽ ചെയ്യാന്ന് വെച്ചോ, ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാ വേർട്ടീസും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റേ വ്യൂ കിട്ടും. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ബാക്കിൽ എന്താ നടക്കുന്നത് മനസ്സിലാവും. സോ ഞാൻ അത്രയും സെലക്ട് ചെയ്തു, പിന്നെ ക്ലിക്ക് ചെയ്തു, സ്വല്പം മേലോട്ട് പൊന്തിച്ചിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് എസ് ക്ലിക്ക് ചെയ്ത് കുറച്ച് സ്കെയിൽ ചെയ്ത് നോക്കും. ഇനി അതുപോലെ തന്നെ പിന്നെ ക്ലിക്ക് ചെയ്യുന്നു, മേലോട്ട് പോകുന്നു, ഏകദേശം ഇവിടെ കൊണ്ടുവെക്കുന്നു, സ്കെയിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ ക്ലിക്ക് ചെയ്യുന്നു, മേലോട്ട് പോകുന്നു, ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കവിടെ ബേസിക് ഷേപ്പ് കിട്ടി. അത്രയും മതി, വേറെ ഒന്നും വേണ്ട ഇതിന് മുകളിലോട്ട്. ഓക്കെ, സോ വൺസ് നിങ്ങൾ ഈ ഒരു ഷേപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ സാധനങ്ങളും നമ്മൾ ഓർഡർ ചെയ്യണം. പക്ഷേ അതിനും വേറൊരു കുറുക്ക് വഴി കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പില്ലർ ലൈറ്റ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ മോഡിഫയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് മോഡിഫയർ, ഇതിനകത്ത് അറേ മോഡിഫയർ എന്ന സാധനം ഉണ്ടാവും. ആ സാധനം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വീടായിട്ടുള്ള എന്തെങ്കിലും അങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ മാറിക്കിടക്കും. അതിന് നമ്മൾ ഇത് 0 കൊടുക്കുക, എക്സ് ആക്സിസ്. സോ നമുക്ക് വൈ ആക്സിസിലോട്ടാണ് സാധനം പോകേണ്ടത്. സോ ഞാൻ വൈ ആക്സിസിൽ ക്ലിക്ക് ചെയ്ത് മെല്ലെ അങ്ങ് നീക്കി വെച്ച്. ഓക്കെ, സോ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് വന്നപ്പം ഒരേപോലെ വന്നു. ഇനി ഇവിടെ കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ അടുത്തേൽ വരും. പൊട്ടെ മതി, അത്രയും മതി. ഓക്കെ, ഡൺ. സോ നമ്മുടെ ബേസിക് ഷേപ്പായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയാസും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡൽ ചെയ്ത് വെക്കാം. പക്ഷേ ഞാനിവിടെ കുറച്ച് എളുപ്പപ്പണിക്ക് വേണ്ടി ഈ പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്യുന്നു, അടിക്കുന്നു. അതിനുശേഷം ഈ വെർട്ടിസസും അതിൻ്റെ എൻഡിലുള്ള ഈ വെർട്ടിസസും സെലക്ട് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, എക്സ് ക്ലിക്ക് ചെയ്ത് കുറച്ച് പുറത്തേക്ക് തള്ളുന്നു ഞാൻ. ഓക്കെ, ലൈക്ക് ദിസ്. അതിനുശേഷം പിന്നെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് മെല്ലെ അങ്ങ് പൊന്തിച്ച് നോക്കുന്നു. ഇത്രയും മതി, അധികമൊന്നും ആരും കാണാൻ പോകുന്നില്ല ഐഡിയ. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോഡൽ ചെയ്യാം, നോ വറീസ്. അതായത് ഒരൊറ്റ ഷേപ്പ് ഉണ്ടാക്കാം, എന്നിട്ട് അറേ മോഡിഫയർ ആഡ് ചെയ്യാം, ആക്സസ് മനസ്സിലാക്കി വാല്യൂസ് കൊടുക്കുക, അതിനുശേഷം കൗണ്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ അങ്ങ് പോയിക്കോളും. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. ഇനി നമ്മൾ അത്രയും സെറ്റ് ചെയ്തു, നമ്മുടെ ഷാഡോ കാസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളുമായി. ഇനി ഉള്ളത് നമുക്ക് റെൻഡർ മോഡിൽ ഇട്ട് നോക്കാം. ലോഡിങ്. ഓക്കെ, വളരെ വൃത്തിയായിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ഫയലൊന്ന് സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഊമ്പിപ്പോഹുമേ ഒച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റെൻഡർ എഞ്ചിനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. റെൻഡർ എഞ്ചിൻ ഞാൻ സൈക്കിൾസിലോട്ട് ഇടുന്നു, ഡിവൈസ് ഞാൻ GPU ആക്കുന്നു, പിന്നെ ഇത് മാക്സിമം സാമ്പിൾസ് ഒരു 32 കൊടുക്കുന്നു, പിന്നെ റെൻഡറിലും മാക്സിമം സാമ്പിൾസ് ഒരു 32 കൊടുക്കുന്നു. പിന്നെ ഇവിടെ ഡീനോയ്സ് എനേബിൾ ചെയ്യുന്നു, ഡൺ. മോഷൻ ബ്ലർ എനേബിൾ ചെയ്യുന്നു, ഇനി ആവശ്യമില്ല. ഓക്കെ, സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഡൺ. ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റ് ചെയ്തെടുക്കണം. ലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഓപ്ഷൻ ഉണ്ട്, അത് വേൾഡ് ഒറിജിനാണ്. അവിടെ പോയ ശേഷം ഇതിനകത്ത് വാല്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് 0 ആക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ പോയിട്ട് മെല്ലെ ഡ്രാഗ് ചെയ്താൽ ഒരു ബോക്സ് കൂടെ വരും, അത് ഇവിടെ കൊണ്ട് സെലക്ട് ചെയ്ത് നോക്കുന്നു. ഇതിനകത്ത് ഒറ്റ ഒരു ലെയറും കൂടെ ഉണ്ടാക്കുന്നു. ഇതിനകത്തേക്ക് ഷെയ്ഡർ എഡിറ്റർ ഓപ്ഷൻ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് വേൾഡ് ആക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനം കാണാം. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ്. അതിൻ്റെ അകത്ത് ഈ കളർ സെലക്ട് ചെയ്ത ശേഷം ഈ വാല്യൂ 0 ആക്കുക. അപ്പോൾ ഒരു ലൈറ്റും ഇല്ല ഇവിടെ. ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ലൈറ്റ് ചെയ്യാം. ഒരു സണ്ണ് കൊടുക്കുക, സണ്ണിന് ഇവിടെ എടുത്ത് വെക്കുക, ഷാഡോൻ്റെ ആംഗിൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് സാധനം കിട്ടും. സോ അതല്ലെങ്കിൽ അടുത്ത എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റിൻ്റെ ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ബ്ലെൻഡർ കിറ്റ് എന്ന് പറഞ്ഞൊരു ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം.
എന്നിട്ട് ഈ ഒരു ഐ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള HDR ഐസ് കിട്ടും. സോ ഇതിനകത്ത് എല്ലാം ലോക്കഡാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, അത് ക്ലിക്ക് ചെയ്ത ശേഷം ഫ്രീ ഫസ്റ്റ് കൊടുക്കണം. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് കിട്ടും. സോ ഇതിനകത്ത് ഈ എൻവയറമെൻറ്റുമായിട്ട് സിങ്ക് ആവുന്ന ഒരു HDR ആണ് നമ്മൾ നോക്കിയെടുക്കേണ്ടത്. സോ ഇതിനകത്ത് നമ്മൾ മോഡൽസ് HDR എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ഇതൊരു സണ്ണി വെതറാണ്, അപ്പം ഈ സീനിൽ സൺ ഉണ്ടായിരിക്കണം. 2, ഇതിൻ്റെ സ്കൈ ബ്ലൂവും കുറച്ച് ക്ലൗഡ്സും ഉണ്ട്, അപ്പം മോസ്റ്റ്ലി ഒരു ബ്ലൂ സ്കൈ ആയിരിക്കണം. പിന്നെ ഫ്ലോറിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫ്ലോറിൻ്റെ കളർ, മനസ്സിലായില്ലേ? സോ അതുമായിട്ട് സിങ്ക് ആവുന്ന ഒരു ഫ്ലോർ സെലക്ട് ചെയ്താൽ അത്ര ഉപകാരം. ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, വി ക്യാൻ ഫിക്സ് ഇറ്റ്. സോ ഇതിൽ ഞാനിപ്പം ഇത് കൊള്ളാം. അപ്പോൾ നമ്മൾ ഇതെടുക്കുന്നു. ബ്ലൂ സ്കൈ ഉണ്ട്, സണ്ണുണ്ട്, റോഡുണ്ട്. സോ നമ്മളിത് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മളെ സാധനം കിട്ടി. ഓക്കെ, നമ്മുടെ ഫ്ലോർ സെറ്റായി. ഇൻ കേസ് നിങ്ങൾക്ക് ഈ വിസിബിലിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ HDR കാണുന്നത്, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ റെഡർ സെറ്റിങ്സിൽ പോവാം. അവിടെ പോയിട്ട് ഫിലിം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. അതിൻ്റെ അത് ട്രാൻസ്പെറൻറ്റ് എനേബിൾ ചെയ്യാം. ഗോൺ. ഹാപ്പി അല്ലേ? ഓക്കെ, ഇനി നമുക്കിതിനകത്തേക്ക് മോഡൽ ആഡ് ചെയ്യാം. സോ ഞാനിപ്പം ഒരു ഡൗൺലോഡ് ചെയ്ത മോഡലാണ് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഫയൽ, ഇമ്പോർട്ട്. ഞാൻ GLTF ഫയലാണ് ഡൗൺലോഡ് ചെയ്തത്, അത് ക്ലിക്ക് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ മോഡൽ എവിടെയോ ഉണ്ട്, അതാണ് നമ്മളെ മോഡൽ. പക്ഷെ ഭയങ്കര ചെറുതാണ്. സോ അതിന് വേണ്ടിയിട്ട് വലുതാക്കാൻ S ക്ലിക്ക് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു, പിന്നെ S ക്ലിക്ക് ചെയ്ത് സ്കെയിൽ ചെയ്ത് നോക്കുന്നു. ഇനി സ്വല്പം മേലോട്ട് ഉയർത്തി GY കുറച്ച് സ്വല്പം ബാക്കോട്ട് മാറ്റി, ഇടത്തോട്ട് മാറ്റി, താഴോട്ട് വെച്ച്, പിന്നോട്ട് നീക്കി, പിന്നെയും താഴോട്ട് വെച്ച്. ഓക്കെ, നമ്മൾ ഫ്ലോറുമായിട്ട് സിങ്ക് ചെയ്യിക്കുക. ഡൺ. നമ്മൾ മോഡൽ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഒന്നുകൂടെ Ctrl+S അടിച്ച് സേവ് ചെയ്യുക ഫോർ അവർ സേഫ്റ്റി. ഇനിയുള്ളത്, ഇപ്പം നിങ്ങളെ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലാസി ടെക്സ്ചറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ മോഡലിൻ്റെ ടെക്സ്ചർ ചെയ്ത രീതിയായിരിക്കും. സോ അത് സോർട്ട് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം. അത് നമ്മൾ സെലക്ട് ചെയ്യാം. മോഡൽ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മൾ വേർഡ് അൺലോക്ക് കിടക്കുന്നത് അതിനെ ഒബ്ജക്റ്റിലോട്ട് മാറ്റുക. അപ്പം നമുക്ക് മനസ്സിലാവും ചുമ്മാ അതല്ല ഡീറ്റെയിലിംഗ് ഇല്ലാത്തത്. സോ ഈ ആർട്ടിസ്റ്റ് ഒരു ബേസ് ടെക്സ്ചറും അതിന് നമ്മുടെ പ്രിൻസിപ്പൽ BS ടൈപ്പിലോട്ട് ആഡ് ചെയ്ത് അതിന് മെറ്റീരിയൽ ഔട്ട്പുട്ട് എടുത്തതാണ്. അതാണ് ഇത്. ഇതിന് നമുക്ക് കുറച്ചുകൂടെ ബമ്പിൾ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടും, കുറച്ചുകൂടെ റിയലിസം കൊണ്ടുവരാൻ പറ്റും. അതിന് ആദ്യം നമ്മൾ ഷിഫ്റ്റ് ബമ്പ് ഒന്ന് സെർച്ച് ചെയ്യാം, അതിനെടുത്തിടുക. എന്നിട്ട് ഇതിൻ്റെ കളർ നേരെ കൊണ്ട് ഹൈറ്റിൽ കണക്ട് ചെയ്യാം. ദെൻ ഈ നോർമലും കണക്ട് ചെയ്യാം. അപ്പം നമ്മുടെ സാർ ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്നതാണ്. പക്ഷേ ഡ്രൈ അല്ല. അതിന് കാരണം ഈ വാല്യൂ ഉണ്ടല്ലോ, സ്ട്രെങ്ത്ത് 1 ആണ്. 1 എന്ന് പറയുന്നത് നല്ല ഹൈ വാല്യൂ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് 0.1 കൊടുക്കാം. ഓക്കെ, സോ നമ്മളപ്പം ഡീറ്റെയിലിങ്ങും കൊടുത്തു, അതിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു ലിക്വിഡിഷ് ഡാറ്റയും നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേഞ്ച് കാണിച്ചു തരാം. സോ ഞാൻ ഇത് ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഫ്ലാറ്റ് ആൻഡ് ഷൈനിയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സാധനം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിലിങ്സ് കിട്ടി. ഇവിടെ നോക്കിയാലും ഇവിടെയൊക്കെ നോക്കിയാലും നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. ഇനി നമുക്ക് ഒരു സാധനം കൂടെ ചെയ്യാം. അത് ഷിഫ്റ്റ് സെർച്ച് ഫോർ ഡിസ്പ്ലേസ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് സെർച്ച് ചെയ്തിട്ട് അതിനെ ഇവിടെ പിടിച്ചിട്ട് ഇതിൻ്റെ കളർ എടുത്ത് ഹൈറ്റ് കൊടുക്കാം. അതിനുശേഷം ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്റ്റ്ലി ഇവിടെ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റിൽ കൊടുക്കുക ഈ സാറിന്. ഓക്കെ, അത് കൊടുക്കുമ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ ഡ്രൈ ആയി പോകുന്നുണ്ട്. കാരണം നമ്മുടെ വാല്യൂ ഹൈ ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് കൊടുക്കുന്നു. 0.1 ഇവിടെ 0.2 കൊടുക്കാം. ഇനി നമുക്കിതിന് ഈ ഫ്ലോർ നമുക്ക് ഷാഡോ കാച്ചറായിട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഈ ഫ്ലോർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത്
വിസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. അതിനകത്ത് നമുക്കിവിടെ ഷാഡോ ക്യാച്ചർ എന്നുള്ള സാധനം ഉണ്ടാവും, അത് എനേബിൾ ചെയ്യാം. വാ, ഈ നമ്മുടെ തൂണുകൾ അതിനെ സെലക്ട് ചെയ്യുക, ഷാഡോ ക്യാച്ചർ എനേബിൾ ചെയ്യാം. സോ നമ്മുടെ ഷാഡോ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പുള്ളിക്കാരൻ. മനസ്സിലായല്ലേ? ഇനി നമുക്ക് ഈ ഫ്ലോറുമായിട്ട് ഈ പുള്ളിക്കാരനെ ഒന്ന് സിങ്ക് ആക്കണം. ഇപ്പോഴും അത് ക്ലിപ്പ് ആവുന്നുണ്ട്, കണ്ടില്ലേ? ആ ക്ലിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം ഒന്ന് വലുതാക്കുന്നു. ദെൻ 1 ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, 1 ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ഈ സാധനത്തിന് മെല്ലെ മേലോട്ട് ഉയർത്തുന്നുണ്ട്. ഒരുപാട് എയറിൽ പോരുത്, എന്നാൽ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാൻ വേണം. അത് നമ്മൾ ലിഫ്റ്റ് ചെയ്ത സമയത്ത് നമുക്കിവിടെ ഷാഡോ കാസ്റ്റ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ സ്കെയിൽ ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതിന് ആ ഒരു പെർഫെക്റ്റ് സിങ്കിങ് വന്നിട്ടില്ല. അതായത് ആ ഒരു ഫുട്ടേജായിട്ടാണ് നമുക്കിപ്പോഴും എടുത്ത് കാണാം. അതിന് കാരണം നമുക്ക് ഈ ഗ്രൗണ്ടിലുള്ള റിഫ്ലക്ഷനാണ്. അതായത് ഈ ലൈറ്റ് വന്ന് ഈ ഗ്രൗണ്ടിൽ അടിച്ച ശേഷം ഇവിടെ പെൻസിൽ ഈ എച്ച്.ഡി.ആറിലുള്ള ലൈറ്റ് വന്ന് ഇവിടെ അടിച്ച ശേഷം അത് ഇതിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു വൈറ്റ് ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഇവിടെയൊക്കെ കാണാം. ഈ ഏരിയയിൽ ഇത്ര ഏരിയയിൽ നമുക്കൊരു വൈറ്റ് റിഫ്ലക്ഷൻ കാണാം. അത് നമ്മുടെ ഷാഡോ ക്യാച്ചർ എന്നാണ്. ഓക്കെ, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്ലോറിന് ഈ എൻവയോൺമെൻറ്റിൻ്റെ സെയിം ടെക്സ്ചർ കിട്ടണം. അത് ചെയ്യാൻ നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന്, നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം, ഈ നമ്മുടെ ഫ്ലോർ സെലക്ട് ചെയ്യാം, അതിനുശേഷം ന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൽ BSDF-ഉം മെറ്റീരിയൽ ഔട്ട്പുട്ടും കിട്ടി. ഇതിലോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡ്രോപ്പ് ഡൗൺ ഉണ്ടല്ലോ, ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് മെല്ലെ പോയിട്ട് ഇവിടുത്തെ കളർ അങ്ങ് പിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു സാധനം ഇവിടെ കാണാം, ഇതിൻ്റെ കളർ ഓവറോൾ മാറി. അപ്പം നമുക്ക് ഈ ഒരു ബ്രൗണിഷ് കളറാണ്. അപ്പം ഇവിടെയുള്ള വൈറ്റിൻ്റെ ഒക്കെ വാല്യൂസ് നിങ്ങൾ കുറഞ്ഞാണ്. സോ ആ വൈറ്റ്നെസ് കുറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് കാണാം. നമ്മൾ ഫുള്ള് വൈറ്റ് ആയി കഴിഞ്ഞാൽ കാണാം ആ വൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയത് കാണാം ഇവിടെ. സോ ഞാൻ അതിൻ്റെ ചേഞ്ച് കാണിച്ചു തരാം. സോ നമ്മളിപ്പം വൈറ്റിന് കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ആ റിഫ്ലക്ഷൻ കുറയുന്ന കാണാം, കണ്ടില്ലേ? സോ നമ്മൾ എഗെയിൻ ഞാനിത് ഡ്രോപ്പ് ഡൗൺ എടുത്ത് ഈ കളർ പിക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഈ സീനിലോട്ട് സിങ്ക് ആവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വഴി എന്ന് പറയുന്നത് ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കൊരു പ്രിൻസിപ്പൽ BSDF കൂടെ ആഡ് ചെയ്യാം. പ്രിൻസിപ്പൽ BSDF, എന്നിട്ട് അത് നമ്മൾ ഈ സർഫസായിട്ട് കണക്ട് ചെയ്യാം. ഇതിനിവിടെ വച്ചോ. എന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് ഇമേജ് ടെക്സ്ചറിൻ്റെ ഒരു സാധനം എടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജ് കാണും. അപ്പം ട്യൂട്ടോറിയൽ FSpy അതാണ് നമ്മൾ ഇമേജ്. അതെടുത്ത് ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നു. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഷാഡോ ക്യാച്ചർ ഞാൻ ഡിസേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു ഫ്ലോറിലോട്ട് ഒരു വൃത്തികെട്ട രീതിയിലാണ് പ്ലേസ് ആവുന്നത്. അത് നമുക്ക് സോർട്ട് ചെയ്യാനുള്ള വഴി ഇത് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം Ctrl+T ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഈ 2 മാപ്പിംഗ് നോട്ട്സും ഒരു ടെക്സ്ചർ കോർഡിനേഷൻ നോഡും വരും. ഇൻ കേസ് നമുക്ക് Ctrl+T അടിച്ചിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ എഡിറ്റിൽ പോവുക, പ്രിഫറൻസ്, ആഡ് ഓൺസ്, ഇതിൻ്റെ അകത്ത് നോഡ് റാങ്കുലർ എന്ന് പറഞ്ഞൊരു ആഡ് ഉണ്ടാവും. നോഡ് ആഡ് ഓൺ ഈ സാധനം എനേബിൾ ചെയ്തിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അത്ര സാധനം കിട്ടി. ഒന്നുകൂടെ Ctrl+Save അടിച്ചോ ഒരു സേഫ്റ്റിക്ക്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇത് ടെക്സ്ചർ കോർഡിനേറ്റ് UV to വെക്ടറാണ് കൊടുത്തേക്കുന്നത്, അതിന് പകരം വിൻഡോ ടു വെക്ടർ കൊടുക്കുക. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഈ ഫ്ലോർ കൃത്യമായിട്ട് വരുന്ന കാണാം. കാരണം ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വിൻഡോ നമ്മൾ ഈ കാണുന്ന ഏത് ആംഗിൾ നിന്നാണോ അതിനനുസരിച്ച് സിങ്ക് ആയിട്ടായിരിക്കും ഇമേജ് കാണിച്ചു തരാം. ഇൻ കേസ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമേജ് വൃത്തിയായിട്ട് രീതിയിലാണ് വരുന്നത്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമേജ് വേറെ രീതിക്കാണ് വരുന്നത്. പക്ഷെ നമ്മൾ ക്യാമറ വ്യൂവിൽ ഈ ഇമേജ് പെർഫെക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതും നമ്മുടെ ആക്ച്വൽ ഫ്ലോർ തമ്മിൽ നല്ല കളർ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ മോഡലിൽ ഇമ്പാക്റ്റ് ചെയ്യും. അത് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് നീക്കി വെക്കുന്നു, എന്നിട്ട് ഷിഫ്റ്റ് ഹ്യൂ സാച്ചുറേഷൻ വാല്യൂ എന്ന് പറഞ്ഞ നോഡുണ്ട്, അതെടുത്തിരുന്നു. എന്നിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാല്യൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വീക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏകദേശം ഒരേപോലെയുള്ള ഒരു കളറിലോട്ട് കൊണ്ടുവരിക.
എന്നിട്ട് നിങ്ങൾക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരു കർവ് ആഡ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഏകദേശം ഇതൊരു സിങ്ക് ചെയ്ത് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഷാഡോ ക്യാച്ചർ എനേബിൾ ചെയ്തിടാം. സി മച്ച് മോർ ബെറ്റർ ദാൻ ബിഫോർ. ഒരു കാര്യം മറന്നുപോയി. നിങ്ങളിപ്പം ഈ ഒരു HDR ആഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇപ്പം ഷാഡോ വളരെ കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷെ നിങ്ങളിൽ അങ്ങനെ വരണമെന്നില്ല. സോ ഇൻ കേസ് നിങ്ങളെ ഷാഡോ പ്രോപ്പറായിട്ട് ഈ ഒരു ഏരിയയിൽ കാസ്റ്റ് ചെയ്യുന്നില്ല, അതായത് നിങ്ങൾ വീഡിയോ ആയിട്ട് സിങ്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ പോവാം. എന്നിട്ട് ഈ റൊട്ടേഷൻ എന്നുള്ള സാധനം ഉണ്ടാവും, അതിൻ്റെ റൊട്ടേഷനിൽ ആക്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഷാഡോ മൂവ് ചെയ്യുന്നതാണ്. കണ്ടില്ലേ? എന്തോ ആരുടെയോ ഭാഗ്യം കൊണ്ട് ഇത് നമുക്ക് 0 തന്നെ കറക്റ്റ് ഷാഡോ കിട്ടുന്നുണ്ട്. എനിവേ അതത്ര ഓക്കെ. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള റിഫ്ലക്ഷൻസ് നോക്കുക. ഇവിടെയുള്ള റിഫ്ലക്ഷൻസ് ആരാ ഇത് നമ്മുടെ HDRIയിലുള്ള റിഫ്ലക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അത് കൃത്യമായിട്ട് കാണിച്ചു തരാം. അവിടെ പോയി ഫിലിം ഓക്കെ. നമ്മുടെ HDRIയിലുള്ള റിഫ്ലക്ഷനാണ് കറക്റ്റ് ഇവിടെ വരുന്നത്, മനസ്സിലായില്ലേ? സോ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. ആ യെല്ലോയിഷ് കളർ ഉണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും യെല്ലോ ഉണ്ടോ? ഇല്ല. സോ അത് ആ ഒരു ഇല്യൂഷൻ പൊളിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കുറച്ചുകൂടെ കൂടെ നീക്കി നോക്കട്ടെ. നമ്മൾ ഷിഫ്റ്റ് ഒരു പ്ലെയിനോട് ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് RX90 എന്നിട്ട് ഈ പുള്ളിനെ പിടിച്ച് ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. എന്നിട്ട് RZ90. സോ നമുക്കിവിടെ ഈ ഒരു സാമാനത്തിന് കിട്ടും. ഞാൻ ഏകദേശം ഇതിനെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, സ്കെയിൽ ചെയ്യുന്നു, കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി വെക്കുന്നു, SY ഓക്കെ. എന്നിട്ട് ഏകദേശം ഈ ഒരു ഏരിയയിൽ കൊണ്ടുവെക്കുന്നു, SZ എന്നിട്ട് ഹൈറ്റും കൂട്ടുന്നു. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ സാമാനം നമ്മുടെ ഇവിടെ നിന്നുള്ള ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ അതവിടെ ഇരിക്കട്ടെ, അത് നമുക്കിപ്പോൾ സോൾവ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഒബ്ജക്റ്റ് മോഡ് പോകുന്നു, ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ ന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒന്നും കാണാനില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയി കേസർ വെച്ചിട്ട് ദെൻ നംപാഡിൽ ഡോട്ട് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ മുന്നിലോട്ട് വരും. ഓക്കെ, താങ്ക് യു ലേറ്റർ. എനിവേ ഇനി നമുക്ക് ഷിഫ്റ്റ് നമ്മൾ നേരത്തെ അതേപോലെ തന്നെ ഒരു ഇമേജ് ടെക്സ്ചർ, അതിൻ്റെ കൂടെ നമ്മൾ ഇമേജിൻ്റെ അകത്ത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നു. ഇതിനകത്ത് ബേസ് കളർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ സാമാനം ഒന്നാണ്. ഇനി നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ Ctrl+T ദെൻ വിൻഡോ ടു വെക്റ്റർ. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ഇവിടെ എന്താണുള്ളത് അത് തന്നെ ഇവിടെ എത്തി. സ്റ്റിൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല, കാരണം ഈ സാധനം ലൈറ്റിനെ പാസ് ചെയ്യുന്നില്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പോവാം, ഒബ്ജക്റ്റിൽ ഈ പ്ലെയിൻ സെലക്ട് ചെയ്യുക, ദെൻ ഒബ്ജക്റ്റ് പോവാം. അതിനുശേഷം വിസിബിലിറ്റി, അതിൻ്റെ അകത്ത് ഈ ഷാഡോ എന്നുള്ള സാധനം ഡിസേബിൾ ചെയ്യാം. അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് ഈ കളറിനെ സർപ്പാസ് ചെയ്ത് വിടും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ക്യാമറ വിസിബിലിറ്റി കൊണ്ട് ഡിസേബിൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ റെൻഡർ ചെയ്യുമ്പം ഈ സാധനം വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു ഷാഡോ ക്യാച്ചർ പ്രോപ്പർട്ടി കൊടുക്കുക. ബോത്ത് വർക്ക്സ്. സോ നമുക്ക് അതിൻ്റെ ചേഞ്ച് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നോക്കാം. സോ നമ്മളിപ്പോൾ ഈ ഒരു പ്ലെയിന് സൈഡ് പാനൽസ് ഈ സൈഡ് പാനൽസ് നമ്മൾ ഡിസേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിലുള്ള വ്യത്യാസം. സി 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 അത്രയേ ഉള്ളൂ കുട്ടാ കാര്യങ്ങൾ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇൻ കേസ് നിങ്ങൾക്ക് ഷാഡോ ക്യാച്ചർ അല്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ എന്നുള്ള ഈ സാമാനം ഡിസേബിൾ ചെയ്തിടാം. സ്റ്റിൽ ഇറ്റ് വിൽ വർക്ക്. അതായത് റേവിസിബിലിറ്റി നമ്മൾ ക്യാമറയിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് റേവിസിബിലിറ്റി ഇത് വിസിബിൾ ആയിരിക്കത്തില്ല, പക്ഷേ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മുടെ ഒബ്ജക്റ്റിൽ റിഫ്ലക്റ്റ് ആവും. ഇത്രയേ ഉള്ളൂ VFX. ചുമ്മാ പറഞ്ഞാൽ ഇത്രയൊന്നുമല്ല. സോ ഇത് വളരെ ബേസിക് ആണ്. ഇങ്ങനെയാണ് നമ്മളൊരു ഇമേജിലോട്ട് ആഡ് ചെയ്യാം. സോ നമ്മൾ ഫുട്ടേജിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. കാരണം നമുക്ക് ഈ ഒരു ബേസിക് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് മൂവിങ് ഫുട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു എക്സ്ട്രാ സാധനം വരുന്നത് മോഷൻ ട്രാക്കിംഗ് മാത്രം. പക്ഷെ അത് ഇത്തിരി കോണമില്ലാത്ത പരിപാടി, എനിക്കിഷ്ടമല്ല ക്യാമറ ട്രാക്കിംഗ്. എനിവേ ഇത്രയാണ് സംഭവം.
ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനം നമ്മൾ ഈ ഒരു സീനിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ സാധനം നല്ല ക്ലീൻ ആയിട്ട് സിങ്ക് ആവും. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ നോക്കാം. സോ നമ്മളിപ്പം ഞാനൊരു Ctrl+S അടിക്കുന്നു, റെൻഡർ ഇമേജ്. ഓക്കെ, അപ്പം നമ്മുടെ ഒച്ചുമോൻ റെൻഡറായി കിട്ടി. സോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരത്തില്ല, അത് നമുക്ക് അല്ലാതെ സെറ്റ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ ഡീറ്റെയിലിംഗ് നോക്കാം. നമ്മൾ കൊടുത്ത എല്ലാ സാമാനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ആ ബമ്പായാലും കാര്യങ്ങളായാലും എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി റെൻഡർ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിനിമൈസ് ചെയ്യാം. ദെൻ നമുക്കിവിടെ കോമ്പോസിറ്റിംഗ് എന്നുള്ളൊരു ഏരിയ ഉണ്ടാവും. ഇങ്ങനെ ഇവിടെ 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 ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ടാകത്തില്ല. എന്നിട്ട് ഇവിടെ യൂസ് നോട്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 സാധനം കിട്ടും. ഈ 2 സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, അതിനകത്തേക്ക് ഇമേജ് ടെക്സ്റ്റർ എന്ന് സെർച്ച് ചെയ്യാം. ഇമേജ്. ഓക്കെ, ഇമേജ് ആയതിനു ശേഷം നമ്മുടെ നേരത്തെ പോലെ തന്നെ ട്യൂട്ടോറിയൽ FSpy നമ്മുടെ ഇമേജ് ഡാറ്റ അതിൻ്റെ അകത്തുണ്ട്. ഇനി അതിന് ഷിഫ്റ്റ് ഒരു ആൽഫ ഓവർനോഡുണ്ട്, അതിനെയും കൂടെ പിടിച്ചിടുക. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ദെൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഇതുമായിട്ട് കണക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി നമുക്കൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് Ctrl+Shift ക്ലിക്ക്. അപ്പോൾ നമുക്ക് ഈ സാധനം നമ്മുടെ വ്യൂയിലോട്ട് വരും. ഇനി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഒരുമാതിരി ഊമ്പിയ കളർ ആയി കിടക്കുന്ന കാണാം. അപ്പോൾ ഈ ഒരു ഊമ്പിയ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം മുന്നേ ചെയ്യേണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ മണ്ടത്തരം ക്ഷമിക്കുക. അത് നമ്മൾ ഈ ഒരു റെൻഡർ സെറ്റിങ്സ് പോവുക, അതിന് എപ്പോൾ ഒരു കളർ മാനേജ്മെന്റ് എന്നുള്ള സാധനം ഉണ്ടാവും. അപ്പോൾ അത് ഈ വ്യൂ ട്രാൻസ്ഫോം എപ്പോഴും AJAX-ലായിരിക്കും കിടക്കുക ഡിഫോൾട്ടായിട്ട്. അതിനെ മാറ്റിയിട്ട് സ്റ്റാൻഡേർഡിലോട്ട് ഇടുക. വന്നല്ല. അപ്പോൾ നമ്മൾ ആ നോർമൽ സാധനം വന്നു. ഇനി വി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് സൂം ഔട്ട് ചെയ്യാം. ഇനി നിങ്ങൾ Alt+V ആണ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സൂം ഇൻ ചെയ്യാം. അത്ര ഇത് വളരെ വിയേർഡായിട്ടുള്ളൊരു സെറ്റപ്പാണ്. സോ ഇത്ര സെറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് ട്വീക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂ സാച്ചുറേഷൻ നോഡ് അല്ലെങ്കിൽ ഒരു കർവ് എടുക്കാം. RGB കർവ് അതിനെ പിടിച്ച് ഇവിടെ ഇടുന്നു. അതിനെ പിടിച്ച് നമ്മൾ ഇവിടെ ഇടുന്നു. അതായത് നമ്മുടെ ഒച്ചിൻ്റെ അടുത്തിടുന്നു. ഒച്ചിൻ്റെ അടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കർവ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു സീനുമായിട്ട് ഇതിനെ സിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് ആഫ്റ്റർ എഫക്ട്സ് ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നോഡ് ആഡ് ചെയ്തത്, ഈ ഒരു 2 നോഡ്. ഇനി നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഈ സാധനം പിടിച്ച് ഇവിടെ കണക്ട് ചെയ്യാം, അതായത് കോമ്പസിലോട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതെടുത്ത് നമ്മുടെ വ്യൂവർ നോഡിൽ എടുക്കാം. എന്നിട്ട് ഈ സാധനത്തിന് ഈ 2 നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അവിടെ വെച്ചോ, ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ഇനി റെൻഡർ ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പം ഈ ഔട്ട്പുട്ട് സെറ്റിങ്സ് പോവാം. അതിനുശേഷം PNG എനേബിൾ ചെയ്യുക. PNGയിൽ RGB അല്ല RGBA ആൽഫ ചാനൽ വേണം. അതിൻ്റെ കൂടെ കളർ ഡെപ്ത് 16 കൊടുക്കുക. ഇനി നമുക്ക് ക്വാളിറ്റി ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ 50% കൺഫേം കംപ്രഷൻ വളരെ കുറച്ച് 0 ആക്കി ഇടാം. അപ്പം നമുക്ക് ഈ ക്വാളിറ്റി ഇഷ്യൂസ് വരത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറൊരു ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളിപ്പം ഫയൽ ഈ ഫിലിമിൻ്റെ അകത്ത് ഈ ട്രാൻസ്പെറൻസി ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആൽഫ ചാനൽ കിട്ടത്തില്ല. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. സോ ഈ സാധനം എനേബിൾ ആയിട്ടിരിക്കണം. ഇനി നമുക്കിതിനെ റെൻഡർ ചെയ്യാം. സോ ഞാൻ ഓൾറെഡി റെൻഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലാണ് ഇനി നമ്മുടെ അടുത്ത കളി. ഓപ്പൺ ഫയൽ, ഡോൺ സേവ്. ഓക്കെ, നമ്മുടെ ഒച്ചിൻ്റെ ഫയൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, ഡൺ. സോ ആഫ്റ്റർ എഫക്ട്സിലുള്ള കളി എന്ന് വെച്ചാൽ ഞാനിപ്പം എൻ്റെ ടെസ്റ്റ് റെൻഡർ ഒച്ചിനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു ടിൻ്റാണ്. ടിൻ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ടിൻ്റ് എഫക്ട്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ട് ഏരിയ സെലക്ട് ചെയ്യുക. ഞാൻ വി ക്യാൻ സെലക്ട് ദിസ്. ആൻഡ് ഏറ്റവും വൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോട്ട് ഒന്നില്ലെങ്കിൽ മേഘം അല്ലെങ്കിൽ സ്കൈ, ഇതൊക്കെ വൈറ്റസ്റ്റ് സ്പോട്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇത് 100 ആയിരിക്കും കിടക്കുക. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. സോ അതിനെ റെഡ്യൂസ് ചെയ്ത് ഏകദേശം സിങ്ക് ആവുന്ന രീതിയിൽ നമ്മളിതിൻ്റെ ഇതിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ കൊടുത്തത് സൂം ചെയ്താൽ ഇത് കാണത്തുള്ളൂ, ഒരു നോയ്സാണ്.
നിങ്ങൾ ഈ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നോയ്സ് കാണാം, പക്ഷെ നമ്മൾ റെൻഡർ ഭയങ്കര ക്ലീനും വൃത്തിയാണ്. സോ അത് നമുക്ക് ആ ഒരു സി ജി എന്നുള്ളൊരു ഫീൽ അടിക്കും. എന്തായാലും സി ജി എന്നുള്ള ഫീൽ അടിക്കും, കാരണം ഇത്ര വലിയ ഒച്ചൊന്നും റോഡിലൂടെ നടക്കാൻ പോകുന്നില്ല. സ്റ്റിൽ നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു നോയ്സ് ആഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് നോയ്സ് ആഡ് ചെയ്തപ്പം കുറച്ചുകൂടെ അത് നമുക്ക് സിങ്ക് ആവും. ഓക്കെ, അതിന് ഞാൻ 16 വാല്യൂ കൊടുത്തത്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു കർവ് ആഡ് ചെയ്തു. എന്നിട്ട് അതിന് അങ്ങോട്ടും ഡാർക്ക് ചെയ്തങ്ങ് വെച്ചു. ഇനി നിങ്ങൾക്ക് ഒരു ഡാർക്ക് ആയിട്ടുള്ള സാധനം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഡാർക്ക് ആക്കണ്ട, ഇതില്ലാതെ നിങ്ങൾക്ക് റെൻഡർ അടിക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ചെയ്തത്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് അങ്ങ് കിട്ടും. സോ ഇത്രയും സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് സാധനമാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സീനിലോട്ട് ആഡ് ചെയ്തിടാം. ഇനി നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾക്ക് ഒച്ചമോനെ ഡിലീറ്റ് ചെയ്ത് ഞാനിപ്പം ഒരു കാർ ആഡ് ചെയ്തു, കാറും സിങ്കായി വരും. അതല്ല നിങ്ങൾക്ക് ഒരു ഓൾഡ് കാറാണെന്നുണ്ടെങ്കിൽ ഓൾഡ് കാർ സിങ്കായിട്ട് വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രതിമേനെ കൊണ്ടുവയ്ക്കാം. വാ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് സിങ്കായി പോകുന്നത് അല്ലേ. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഞാൻ കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ആഡ് ചെയ്തപോലെ കുറച്ച് നോർമൽ മാപ്പ്, കുറച്ച് ബമ്പ്, ഒരു 0.1 വാല്യൂ, അങ്ങനെ കുറച്ച് ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വൃത്തി കിട്ടും. പിന്നെ ചില മോഡൽസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അൾട്രാ റിയലിസ്റ്റിക് ക്വാളിറ്റിയിലായിരിക്കും കിട്ടുക. അപ്പം അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ VFX. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ മൂവിങ് ഫുട്ടേജ് അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാം, അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ VFX ആഡ് ചെയ്യാം, ഈ ഒരു സിസ്റ്റം നമുക്ക് എങ്ങനെ അതിൻ്റെ അകത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.